ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജില്ലകളും ആ ജില്ലകളുടെ കലാരൂപങ്ങളുമാണ്. അതായത് ആർട്ട് ഫോംസ് ഓഫ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. ഓരോ ജില്ലയ്ക്കും ആർട്ട് ഫോംസ്, ഓരോ പ്രത്യേക കലാരൂപങ്ങളുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാസർഗോഡ് ജില്ലയുടെ കലാരൂപം ഏതാണെന്ന് അറിയാമോ? കാസർഗോഡ് ജില്ലയിലെ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ യക്ഷഗാനമാണ്. കാസർഗോഡ് ജില്ലയിലെ കലാരൂപം. യക്ഷഗാന ഇസ് ദ ആർട്ട് ഫോം ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്. അതുപോലെ പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയുടെ കലാരൂപം, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? തെയ്യമാണ്. തെയ്യം ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് തെയ്യം. അതുപോലെ പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് ഏത്? കന്യാർകളി ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് പാലക്കാട് ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് മാർഗംകളി അല്ലെങ്കിൽ മാർഗംകളിയും അർജുന നൃത്തവും. കേട്ടോ, ഓർത്തുവെച്ചുകൊള്ളുക. മാർഗംകളി ആൻഡ് അർജുന നൃത്തം ആർ ദ മെയിൻ ആർട്ട് ഫോംസ് ഓഫ് കോട്ടയം ഡിസ്ട്രിക്റ്റ്. മാർഗംകളി ആൻഡ് അർജുന നൃത്തം ആർ ദ മെയിൻ ആർട്ട് ഫോംസ് ഓഫ് കോട്ടയം ഡിസ്ട്രിക്റ്റ്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? ഏതാണ്? പുലികളിയാണ്. പുലികളി ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. പുലികളി ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണെന്നറിയുമോ? പടയണിയാണ്. പടയണി ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ വേലകളി എന്നിട്ടുണ്ട്. വേലകളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. വേലകളി എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ. വേലകളി ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് അമ്പലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് വേലകളി. അതുപോലെ തന്നെ കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം ഏതാണ്? ചെട്ടികുളങ്ങരയാണ് കേട്ടോ. ചെട്ടികുളങ്ങര ഈസ് മോസ്റ്റ് ഫേമസ് ഓഫ് കുത്തിയോട്ടത്തിന് കേരളത്തിലെ പേരുകെട്ട സ്ഥലം ഏതാണ്? ചെട്ടികുളങ്ങരയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം എന്ന് പറഞ്ഞാൽ കഥകളിയാണ്. കഥകളിയുടെ ജന്മദേശം തന്നെ എവിടെയാണ്? കൊട്ടാരക്കരയാണ്. ബർത്ത് പ്ലേസ് ഓഫ് കഥകളി കൊട്ടാരക്കര. കഥകളി ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് കൊല്ലം ഡിസ്ട്രിക്റ്റ്. കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കഥകളിയാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? കോൽകളി, വില്ലടിച്ചാൻ പാട്ടൊക്കെ എവിടുത്തെ കലാരൂപമാണ്? ഇടുക്കി ജില്ലയിലെ കലാരൂപമാണ് കേട്ടോ. വില്ലടിച്ചാൻ പാട്ട് അതുപോലെ കോൽകളി ആർ ദ മെയിൻ ആർട്ട് ഫോംസ് ഓഫ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് കോൽകളിയും അതുപോലെ തന്നെ വില്ലടിച്ചാൻ പാട്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് കൈകൊട്ടിക്കളി ആർ ദ മെയിൻ ആർട്ട് ഫോം ഓഫ് മലപ്പുറം ഡിസ്ട്രിക്റ്റ്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് കൈകൊട്ടിക്കളി. അതുപോലെ പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? കളരിപ്പയറ്റ് ഈസ് ദ മെയിൻ ആർട്ട് ഫോം ഓഫ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. ഒരു തച്ചോളി ഉദയനൻ്റെ ജന്മദേശമൊക്കെ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. തച്ചോളി ഉദയനൻ്റെ ജന്മദേശം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്. ബർത്ത് പ്ലേസ് ഓഫ് തച്ചോളി ഉദയനൻ, ആൻസർ കോഴിക്കോട്. അതുപോലെ തന്നെ വയനാട്ടിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? വയനാട് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് അതുപോലെ കോൽകളി, കുറത്തി നാടകവും ഒക്കെ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് കേട്ടോ. കോൽകളി ആൻഡ് കുറത്തി നാടകം ആർ ദ മെയിൻ ആർട്ട് ഫോംസ് ഓഫ് വയനാട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ നമ്മൾ
കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് LLB എൻട്രൻസ് എക്സാമിനേഷന് മാത്രമല്ല, സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻസ്, അതുപോലെ മറ്റു മത്സര പരീക്ഷകൾ, ഇവയ്ക്കൊക്കെ എന്താണ് യൂസ്ഫുൾ ആണ്. ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. എല്ലാവർക്കും കാണാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ തുടർച്ചയായിട്ട് കാണുക. പറയുന്ന കാര്യങ്ങൾ ബുക്കിലോ ഡയറിയിലൊക്കെ നോട്ട് ചെയ്തിട്ട് പിന്നീട് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ വീഡിയോയ്ക്ക് നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ദീപം ലോ അക്കാഡമിയുള്ള എല്ലാ LLB എൻട്രൻസ് ക്ലാസ്സുകളെല്ലാം വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. തുച്ഛമായ ചില ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ യൂട്യൂബിലൂടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു സാമ്പിൾ പോലെ കുറച്ച് ക്ലാസ്സുകൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും കേട്ടോ. അല്ലാതെ അവിടെ നടക്കുന്ന എല്ലാ LLB എൻട്രൻസ് ക്ലാസ്സുകളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ചെയ്യാൻ കഴിയില്ല. കാരണം 2-3 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെയാണ്. ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെറിയ സാമ്പിൾ പോലുള്ള വീഡിയോ എന്ത് ചെയ്യും, ആ യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ്, പരീക്ഷകൾക്ക് ഉപകാരപ്രദമാണ്, എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയാണ്, വളരെ സിംപ്ലസ്റ്റായ ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏവർക്കും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ആയാലും ശരി, മലയാളം ആയാലും ശരി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണുന്നതിൽ തുടർച്ചയായിട്ട് കാണുക.